മരിക്കാനുള്ള അവസരം നോക്കി നിൽക്കുകയാണ്. ആത്മഹത്യ പറ്റില്ലല്ലോ, പാടില്ലാത്ത മരണം പറ്റില്ലല്ലോ, ചീത്ത മരണം പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ഏതെങ്കിലും സേവനങ്ങൾ നടത്തിയിട്ട് സ്വർഗം കിട്ടുന്ന മരണം തന്നെ മരിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. സ്വർഗം നിഷേധിക്കപ്പെടുന്നതോ പേടിപ്പിക്കപ്പെടുന്നതോ അത് കേട്ടുകൂടാ, സഹിച്ചുകൂടാ. ഞാൻ ഒരു വ്യക്തിയല്ലേ ചൂണ്ടിക്കാണിച്ചത്, സാബിത്ത് ഇബ്നു ഖൈസ്. അവരിലൂടെ തന്നെ പോകാം. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിക്കുകയാണ് അൻസാരികളുടെ പ്രാസംഗികനായി. മദീന നിവാസികളായ ആളുകളുടെ പ്രാസംഗികൻ മാത്രമല്ല, എതിരാളികളായ ഗോത്രക്കാർ ഏതെങ്കിലും നാടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ വന്നാലോ, സമര രംഗത്തോ പോരാട്ടത്തിന്റെ രംഗത്തോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ വധിച്ചുകൊണ്ടോ സ്വന്തം പത്രാസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടോ വല്ലതും ഗദ്യമായി പ്രസംഗിച്ചാൽ ആ പ്രസംഗത്തിന് ചമൽക്കാരത്തോടുകൂടെ നല്ല സാഹിത്യ രീതിയിൽ മറുപടി നൽകാൻ അള്ളാഹുവിന്റെ ഹബീബ് കാണിക്കുന്നതാരെയാണ്, നിർദ്ദേശിക്കുന്നതാരെയാണ്? സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. അതാണ് ഖതീബുൽ അൻസാർ. പദ്യത്തിലാണോ എതിരാളികൾ വല്ലതും പറയുന്നതെങ്കിൽ ആ പദ്യത്തിലൂടെ തന്നെ മറുപടി നൽകാൻ, കവിതയിലൂടെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, എതിരാളികളോട് അങ്ങോട്ട് മറുപടി നൽകാൻ അല്ലാഹുവിന്റെ ഹബീബ് അൻസാരികളിൽ നിന്നൊരു കവിയെ നിശ്ചയിക്കുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒന്ന് ശാഇറുൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് ഖതീബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ നബിയുടെ ഖതീബാൻ, ഗദ്യ സാഹിത്യകാരൻ. ഒരാൾ നബിയുടെ കവിതാ സമ്രാട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഈ രണ്ടു പേർക്കും മദീനയിൽ വല്ലാത്ത പത്രാസാണ്. ദീനിന്റെ രംഗത്ത് വലിയ മഹത്വമാണ്. ഈ മഹത്വമുള്ള മനുഷ്യൻ ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വളരെ പ്രയാസപ്പെടുകയാണ്, വേദനിക്കുകയാണ്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലല്ല പലതവണ അവർക്ക് ഈ ഭയമുണ്ടായിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുൻപിൽ നിന്ന് ശബ്ദമുയർത്തിയാൽ, നബിയുടെ ശബ്ദത്തിന്റെ മീതെ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് താക്കീത് ചെയ്യുന്നവരായിട്ട് വിശുദ്ധ ഖുർആനിൽ അവതരിച്ചു. വേണ്ടാത്ത തർക്കങ്ങൾ തർക്കിക്കുന്നവരും തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് വാഗ്വാദം നടത്തുന്നവരും ആ സദസ്സിനെ മാനിക്കാതെ തങ്ങളെ ആദരിക്കാതെ വേണ്ടാത്തത് സംസാരിക്കുന്നവരെയും താക്കീത് ചെയ്യുന്നതാണ് ഈ ആയത്ത്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെയാണ് ആയത്ത്. ولا تجهروا له بالقول كجهر بعضكم بعضا أن تحبط أعمالكم كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശബ്ദത്തിന്റെ മീതെ ഉയർത്തരുന്ന ആയത്ത് വന്നപ്പോ മഹാനൊരു ഒന്ന് ബേജാറായി, വളരെ വലിയ ബേജാറ്. ഈ ബേജാറിൽ മഹാനരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളിയിൽ നോക്കുമ്പോൾ കാണാഞ്ഞിട്ട് ആളെ തെരഞ്ഞയച്ചു. എന്ത് പറ്റിപ്പോയി സാബിത്തിന് എന്ത് സംഭവിച്ചു പോയി? ആരാണ് അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുക? അൻസാരികൾപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം നബി, ഞാൻ അദ്ദേഹത്തിന്റെ വിവരം തരാം. അദ്ദേഹം പോയി അന്വേഷിച്ചപ്പോ മഹാനർ തലകീഴ്ക്കായി വീട്ടിൽ അങ്ങിരിക്കുകയാണ്, കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓർക്കും തോറും സങ്കടമാണ്. ഇദ്ദേഹം നബി പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹളറത്തിൽ നിന്ന് വന്നയാൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അന്വേഷിച്ച് പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ മഹാനർ പറഞ്ഞു, ഞാൻ ആ സദസ്സിലേക്കില്ല, ഞാൻ വളരെ സങ്കടത്തിലാണ്. ഞങ്ങൾക്ക് മദീനത്ത് വരുമ്പോ തങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്ന സ്വർഗം നഷ്ടപ്പെടും, എന്റെ അമലുകൾ ഇതുവരെ ചെയ്തത് മുഴുവൻ പൊടിഞ്ഞു പോകും. നിങ്ങൾക്കറിയോലോ ഞാനൊരു അല്പം ശബ്ദം പരുഷമായ ആളാണ്, ഒരു ശബ്ദം ഉറക്കയായ ആളാണ്. അതാണല്ലോ മഹാനൊരു പ്രസംഗകരായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ ഒരു ഭാഗവും ഒരു ഗുണവും അതല്ലേ. ആ ഗുണം മഹാനർക്ക് വിനയായോ എന്നാണ് അവർ പേടിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ശബ്ദത്തെക്കാൾ പലപ്പോഴും എന്റെ ശബ്ദം ഉയരാറുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാ അർത്ഥത്തിലും അവരുടെ അമലുകൾ പൊടിയും എന്ന് വിശുദ്ധ ഖുർആൻ പേടിപ്പിച്ച ആയത്ത് വന്നപ്പോ ഞാൻ എന്റെ കാര്യത്തിൽ മദീനത്ത് വന്നപ്പോ തങ്ങൾ ഓഫർ ചെയ്ത സ്വർഗം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞപ്പോ മഹാനർ വന്നു.